തോട്ടം തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ക്ഷീരലയം പദ്ധതിക്ക് തുടക്കമായി. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തോട്ടം തൊഴിലാളികൾക്ക് പശു വളർത്തലിലൂടെ സ്ഥിര വരുമാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരലയം. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ വെച്ച് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പദ്ധതി ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എല്ലാ തൊഴിലാളികളും വളരെ ആവേശത്തോടു കൂടി അവർ അവരുടെ പശുക്കളെ മേടിക്കുകയും ഈ ക്ഷീരലയം എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഷെഡിനകത്ത് തന്നെ 10 പശുക്കളെയും കൊണ്ട് പാർപ്പിക്കുകയും അവരവർ തന്നെ പാല് കറന്നെടുത്ത് രാവിലെ നമ്മുടെ സംഘത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ കൃത്യതയോടുകൂടി അതിനെ കൊടുത്തു വിടുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഒന്നുമില്ലെങ്കിലും തേയിലത്തോട്ടത്തിൽ എന്നും ചിലപ്പോൾ പലപ്പോഴും പണി കാണത്തില്ല, പക്ഷേ അവർക്കൊരു വരുമാനം വേണം. നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊരു വരുമാനം അവർക്കുണ്ടാകണം. ആ വരുമാനം ഈ ക്ഷീരലയം പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും കിട്ടത്തക്ക നിലയിലാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല, നമുക്ക് ഇനി എവിടെ ഈ എസ്റ്റേറ്റ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നാൽ ഒരു വലിയ മാറ്റം നമ്മുടെ ഈ തൊഴിലാളികൾക്കിടയിൽ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അതിന് തക്ക രീതിയിലാണ് ഗവൺമെൻറ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ആ ലക്ഷ്യമാണ് വയനാട് ജില്ലയിൽ കുറേ തകർന്നു പോയിരിക്കുന്നൊരവസ്ഥ. പശുക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, പശു ഉരുൾപൊട്ടൽ ഒലിച്ചു പോയതുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ സാമ്പത്തിക സഹായം കൊടുക്കുകയാണ്. കേരളത്തിൽ പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 10 പശുക്കളെ ഉൾക്കൊള്ളുന്ന തൊഴുത്ത് നിർമ്മിച്ചു. കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി നൽകിയ സ്ഥലത്താണ് ക്ഷീരലയം നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാർ ലക്ഷ്മി ക്ഷീരസംഘത്തിൽ രജിസ്റ്റർ ചെയ്തവരാണ് ആദ്യ ഉപഭോക്താക്കൾ. പദ്ധതിയിലൂടെ പാലുൽപാദനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണമയീ ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.